ജീസസ് റെയിൻസ്, യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആന്തരിക മനുഷ്യനെ സ്പർശിക്കുന്ന സന്ദേശങ്ങളാകുന്നുവല്ലോ. നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവിനാൽ അകത്തൊരു വലിയ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി തീരും. ശ്രദ്ധയോടുകൂടെ ഈ വചനം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ യേശു സ്പർശിക്കുവാൻ പോകുകയാണ്. ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. രോഗികളുടെ മേൽ അത്ഭുത സൗഖ്യം സംഭവിക്കുവാൻ പോകുകയാണ്. ശ്രദ്ധയോടുകൂടെ ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക. ഗോഡ് ബ്ലെസ് യു. ആന്തരിക മുറിവുകളുടെ അടയാളങ്ങൾ എന്ന ഭാഗം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ പങ്കുവെച്ച് അവസാനമായിട്ട് അൺഫോർഗീവ്നെസ് എന്ന ആ ഭാഗവും പരാമർശിച്ചു. പിന്നീട് വ്യത്യസ്തമാകുന്ന പല അടയാളങ്ങൾ, എൻവി, ആങ്കർ, ഫിയർ, ടെൻഷൻസ്, വിഭ്രമങ്ങൾ, ഇച്ഛാഭംഗം, സ്ട്രെസ് തുടങ്ങിയുള്ള മറ്റ് പല അടയാളങ്ങളും ആന്തരിക മുറിവുകളുടെ അടയാളങ്ങളാണ്. ഈ പറഞ്ഞ ഏതെങ്കിലും അടയാളങ്ങളിൽ ചിലത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതോ മേഖലയിൽ ചില കാരണങ്ങൾ മുഖാന്തരമായി ആന്തരിക മുറിവുകൾ സംഭവിച്ചിരിക്കുന്നു, അതിൽ നിന്ന് കർത്താവാകുന്ന യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശാരീരിക രോഗങ്ങളും ശ്രദ്ധിച്ചാൽ മതി. ചില പ്രത്യേക തരത്തിലുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മുഖാന്തരമായിട്ട് ശരീരത്തിൽ നിന്ന് വൈറ്റമിൻസ് എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ ഒക്കെ നഷ്ടമാകുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. ഈ സ്ട്രെസ് ഡിസ്റ്റർബ്സ് ദി ഡെലിക്കേറ്റ് ബയോകെമിക്കൽ ബാലൻസസ് ഇൻ ദ ബോഡി. ആങ്സൈറ്റി മാത്രം മതി. ആങ്സൈറ്റി മുഖാന്തരമായിട്ട് ഈ പറഞ്ഞ വൈറ്റമിൻസ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. മറ്റ് ചില രോഗങ്ങൾ, ചില തരത്തിലുള്ള ഹൈ ബ്ലഡ് പ്രഷർ, ചില തരത്തിലുള്ള ഹാർട്ട് പ്രോബ്ലംസ്, സർക്കുലേറ്ററി ഡിസീസസ്, ആസ്മ, സ്റ്റൊമക് ഏക്സ്, അൾസേഴ്സ്, ക്രോണിക് ഹെഡേക്സ്, മൈഗ്രെയിൻ, തലവേദന പോലെയുള്ള തലവേദനകൾ ആന്തരിക മുറിവുകളിൽ നിന്ന് വരുന്നതാണ് എന്ന് വൈദ്യശാസ്ത്രം പോലും സമ്മതിക്കുന്നു. ചില പ്രത്യേക തരത്തിലുള്ള ഉദരവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, പ്രത്യേകിച്ചും ഉദരവുമായി ബന്ധപ്പെട്ടുള്ള അൾസറുകൾ, ഉദരവുമായി ബന്ധപ്പെട്ട മറ്റു ചില രോഗങ്ങൾ, അത് ആന്തരിക മുറിവുകളുമായുള്ള ബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്ന് വൈദ്യശാസ്ത്രം പോലും സമ്മതിക്കുന്നു. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ആന്തരിക സംഘർഷം, ഒരു വൈകാരിക സംഘർഷമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദഹന പ്രക്രിയയ്ക്ക് കേടുവരുത്തുവാൻ സാധ്യതയുണ്ട്. വയറും തലയും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വയറിനെതിരെയും നിങ്ങളുടെ തലയ്ക്കെതിരെയും ശത്രുവിന് ഒരു നോട്ടമുണ്ട്. എന്നാൽ നാം കർത്താവിൽ ആശ്രയിച്ച് വിശ്വസിച്ച് അതിനെ തിരിച്ചറിഞ്ഞ് എതിർക്കുകയാണ് എങ്കിൽ ആ മേഖലയിൽ സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. എൻ്റെ കയ്യിൽ, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുന്നമേ എൻ്റെ കയ്യിൽ കിട്ടിയൊരു പത്ര റിപ്പോർട്ടുണ്ട്. ആ പത്ര റിപ്പോർട്ടിൽ ടാക്ലിംഗ് ഹാർട്ട് ഡിസീസസ് ത്രൂ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ എന്നുള്ള തലക്കെട്ടിൽ വന്ന ഡോക്ടർ സതീഷ് ഗുപ്തയുടെ ഒരു ലേഖനമാണ്. അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റാണ്. കാർഡിയോളജിസ്റ്റിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയത്തിൽ, ആർട്ടറിയിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളെ, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. തൻ്റെ പഠനങ്ങളുടെ ഭാഗമായിട്ട് 1200 ഹൃദയരോഗികളിൽ തന്നെ ഈ ആർട്ടറിയിൽ ബ്ലോക്കുകൾ വന്നിരിക്കുന്ന 1, 2, 3 പല ബ്ലോക്കുകൾ വന്നിരിക്കുന്ന അങ്ങനെയുള്ള രോഗികളെ ഇവർ ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കി. നാച്ചുറലായിട്ടുള്ള ഒരു ചികിത്സയാണ്, മരുന്ന്, ഓപ്പറേഷൻ വിധേയമാക്കാതെ. എന്നാൽ ഈ സതീഷ് ഗുപ്ത 1200 പേഷ്യൻസിനെ, ഈ ബ്ലോക്കുള്ള പേഷ്യൻസിനെ, അവരെക്കുറിച്ചുള്ള പഠനം, അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ക്രമീകരിച്ചു. അദ്ദേഹം ചില പഠനങ്ങൾ നടത്തി. കൊളസ്ട്രോൾ ഇൻ ദ ബ്ലഡ് സ്ട്രീംസ് സ്റ്റാർട്ട്സ് ലീക്കിംഗ് ഇൻ ടു ദ ആർട്ടറീസ് വെൻ ദി ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ ആർട്ടറിയൽ വോൾസ് എൻഡോത്തീലിയം ഈസ് ഇഞ്ചുർഡ്. സോ എൻഡോത്തീലിയത്തിനുണ്ടാകുന്ന ഇഞ്ചുറിയാണ് കൊളസ്ട്രോൾ ലീക്കിങ്ങിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അണ്ടിൽ റീസെൻ്റ്ലി ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് എൻഡോത്തീലിയൽ ഇഞ്ചുറീസ് were related to external causes such as smoking or diet, but most of the injuries, internal ഈ ആർട്ടറിയിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, എൻഡോത്തീലിയൽ ഇഞ്ചുറീസ് are related to mental stress. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഇന്ന് പകലുമായി ഈ കഴിഞ്ഞുപോയ സെഷനുകളിൽ നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്ന ആന്തരിക മുറിവുകളുടെ കാരണങ്ങളാണ് ഈ എൻഡോത്തീലിയൽ ലെയറിൽ ഇഞ്ചുറീസ് ഉണ്ടാകാൻ കാരണമാകുന്നത് എന്ന് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. എൻഡോത്തീലിയം produces nitric oxide which does not allow cholesterol to stick
in the walls of the artery. So stress inactivate this enzyme. So ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ബിഹേവിയറൽ പാറ്റേൺസിൽ ഡിസോർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എൻസൈമിനെ ഇനാക്റ്റീവ് ആക്കുവാൻ ഇടവരും. ദാറ്റ് പ്രൊഡ്യൂസസ് നൈട്രിക് ഓക്സൈഡ് with the result that white blood cells and cholesterol floating in the blood system starts sticking inside the arteries, creating blockage. In today's competitive environment and increased work pressure, most people tend to exhibit type A behavior. എന്താണ് ഈ type A behavior? ആ type A behaviorനെ കുറിച്ചാണ് കഴിഞ്ഞ സെഷനുകളിൽ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. They go through bouts of anxiety, anger, depression. So ഒരാൾക്ക് നീണ്ട നാൾ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെങ്കിൽ ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷനെ അത് സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ കൊളസ്ട്രോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്, ആങ്കർ ആൻഡ് ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ. ദീസ് സൈക്കോളജിക്കൽ സ്ട്രെസ്സേഴ്സ് അഫക്റ്റ് വൺസ് ഡയറ്റ് ആൻഡ് സ്ലീപ്പ് പാറ്റേൺസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്, സ്ലീപ്പ് പാറ്റേൺസും ഡയറ്റും ഇതിനെ അഫക്റ്റ് ചെയ്യുവാൻ ഇടവരുന്നു. അത് മുഖാന്തരമായിട്ട് it cause a lot of damage to the heart. ഇതൊരു വലിയ നീണ്ട ഒരു ലേഖനമാണ്. ഞാൻ വേഗത്തിൽ അങ്ങ് പോകുകയാണ്. അദ്ദേഹത്തിൻ്റെ സൗഖ്യമാക്കുന്ന സംവിധാനത്തിൽ അദ്ദേഹം പറഞ്ഞാണ്, fill one's mind with positive thoughts, emotions, attitudes and happy memories. Adopt a low fat and fiber rich diet. Go for brisk morning walk and at sunrise and at evening stroll just before sunset. The body requires 3 cycles of sleep cycles ne kurichu parayugana, each of 2 hours duration. The theory is that one cycle should be completed by midnight. So sleep by 10 o'clock. ഈ വിദഗ്ധനാകുന്ന ഡോക്ടർ പറയുകയാണ്, ശരിയായിട്ടുള്ള ബോഡിക്ക് ശരിയായിട്ടുള്ള സ്ലീപ്പ് സൈക്കിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്ക് കിടന്നുറങ്ങണം? 10 മണിക്ക് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ പിള്ളേരുടെ സംവിധാനങ്ങളിൽ 2 മണി 3 മണി എന്നുള്ളത് യഥാർത്ഥത്തിൽ നേച്ചറിൻ്റെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശരിയല്ല. നേച്ചറിൻ്റെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഴയ തലമുറ ഫോളോ ചെയ്ത അതേ സിസ്റ്റം തന്നെയാണ് ആരോഗ്യപരമായിട്ടും നല്ലത് എന്ന് വൈദ്യശാസ്ത്രം തന്നെ സമ്മതിക്കുന്നു. ഈ 3 സ്ലീപ്പ് സൈക്കിൾസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 10 o'clock തന്നെ ഉറങ്ങേണ്ടത് ആവശ്യമാണ്. 10 o'clock ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 4 മണിക്കുള്ളിൽ, രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുവാൻ കഴിയും. 4 മണിക്കുള്ളിൽ 3 സ്ലീപ്പ് സൈക്കിൾ കിട്ടും. ആ 3 സ്ലീപ്പ് സൈക്കിൾ കിട്ടുന്നതിനാൽ ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കും. പ്രഭാതം നഷ്ടപ്പെടുകയുമില്ല. 4 മണിക്ക് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ പ്രഭാതത്തിൽ ഏറ്റവും ജീവൻ ഉള്ള സമയമല്ലേ പ്രഭാതം എന്ന് പറയുന്നത്. ആ പ്രഭാതം അവർക്ക് നഷ്ടപ്പെടുകയുമില്ല. സോ ഈ വ്യക്തികളെ ടുഡേ പീപ്പിൾ വേക്ക് അപ്പ് വിത്ത് ദെയർ ഫോൺസ് to their ears or just switch on the television. So ഇന്നത്തെ ആളുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഇന്നത്തെ ആളുകൾ എങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നത് ഫോണുമായിട്ടാണ് എഴുന്നേൽക്കുന്നത്, സ്വത്രവുമായിട്ടൊന്നുമല്ല. അവർ ഫോൺ അവരുടെ കട്ടിലിനരികിലുണ്ട്, അവരുടെ തലേണയുടെ അടിയിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്. അത് വെക്കാതിരിക്കുക നല്ലത്. കാരണം ഇനി വരാൻ പോകുന്ന സമയത്ത് പല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ഈ ആധുനിക സംവിധാനത്തെ എതിർ ക്രിസ്തു ഉപയോഗിക്കുവാൻ പോകുകയാണ്. ടവറുകളുടെ എണ്ണം എല്ലായിടത്തും വർദ്ധിക്കുകയാണ്. അതിനാൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, കർത്താവിൻ്റെ മടങ്ങി വരവിന് ശേഷം ആരെങ്കിലും ഇവിടെ ശേഷിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ അവനെ ട്രേസ് ചെയ്ത് പിടിക്കുവാൻ വേണ്ടി ഇവൻ ഉപയോഗിക്കുന്നത് ഈ ആധുനിക സംവിധാനമാണ്. ആർക്കും എങ്ങും ഒളിഞ്ഞിരിക്കുവാൻ ഇനി കഴിയില്ല. തലക്കരികിൽ ഇതൊന്നും വെച്ച് കിടന്നുറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ആധുനികതകളുമായിട്ട് ബന്ധമുള്ള പലരും പറയുകയാണ്. ടെക്നോളജി ഉപയോഗിച്ച് ഈ ടവറിൽ നിന്ന് പുറപ്പെടുന്നത്, ആ ടവറിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഈ ഫോണിൽ നിന്ന് പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇന്നത്തെ ഫോണിന് കമ്പിയില്ല, വയറില്ല. ഇതെങ്ങനെയാണ് ഇത് പോകുന്നത്? നിങ്ങൾ സംസാരിക്കുന്ന കാര്യം എങ്ങനെയാണ് അമേരിക്കയിൽ എത്തുന്നത്? അതിലൂടെ പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയെ തിരിക്കാൻ കഴിയും. തെക്കോട്ട് പോകുന്നവനെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് വടക്കോട്ട് തിരിച്ചുവിടാം. എന്നുവാകട്ടെ, ഇതൊക്കെ നമുക്ക് ഇന്ന് ആവശ്യമാണ്, ഇല്ലാതെ ജീവിക്കാൻ നോക്കിയല്ല. പക്ഷേ അതെല്ലാം നമ്മുടെ തലയുടെ മുകളിൽ കയറാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക.
രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ റിമോട്ട് കൺട്രോളുമായിട്ട് എഴുന്നേൽക്കുവാൻ ഇടവരരുത്. എഴുന്നേറ്റ് റിമോട്ട് കൺട്രോളും കട്ടൻ കാപ്പിയുമായിട്ട് ഇരിക്കുവാൻ ഇടവരരുത്. പകരം നിങ്ങളുടെ പ്രഭാതങ്ങൾ യേശുവിന് വേണ്ടിയുള്ള പ്രഭാതങ്ങളാണ്. സ്തോത്രത്തോടും സ്തുതിയോടും ആരാധനയോടും കൂടെ നിങ്ങളുടെ പ്രഭാതങ്ങൾ ആരംഭിക്കുവാൻ ഇടവരട്ടെ. ദൈവവചനത്തോടുകൂടെ നിങ്ങളുടെ പ്രഭാതം ആരംഭിക്കുവാൻ ഇടവരട്ടെ. സ്വാൽ ഖമാന റിയാൻസുന പ്രൈസലാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശം. ആദിയിൽ എന്താ? ദൈവം. എല്ലാത്തിൻ്റെ ഇൻ ദ ബിഗിനിങ് ഗാഡ്. സോ നിന്റെ പ്രഭാതം ഇൻ ദ ബിഗിനിങ് ഗാഡ്. ആമേൻ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇരിക്കുമ്പോൾ, അത് അകത്തോട്ട് ചെല്ലുന്നതിന് മുൻപ് ഇൻ ദ ബിഗിനിങ് ഗാഡ്. നീ വണ്ടി ഓടിക്കാൻ വേണ്ടി സ്റ്റിയറിംഗിൽ ഇരിക്കുമ്പോൾ ഇൻ ദ ബിഗിനിങ് ഗാഡ്. എക്സാമിനേഷൻ എഴുതുവാൻ വേണ്ടി പേപ്പറിലേക്ക് പേന അടുപ്പിക്കുമ്പോൾ ഇൻ ദ ബിഗിനിങ് ഗാഡ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ആരംഭിക്കുക. പരാജയപ്പെടുവാൻ ഇടവരില്ല. മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിനെ സൗഖ്യമാക്കുകയാണെങ്കിൽ, ടൈപ്പ് എ ബിഹേവിയേഴ്സിൽ നിന്ന് പുറത്തു വരികയാണ് എങ്കിൽ നിങ്ങളുടെ ശരീരവും നന്നായിരിക്കും, ശരീരവും ആരോഗ്യത്തോടു കൂടി ആയിരിക്കും. സ്വസ്ഥതയും ആരോഗ്യമുള്ളൊരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നയിക്കുവാൻ കഴിയും. ഇതാണ് ആന്തരിക മുറിവുകളുടെ അടയാളങ്ങൾ. അങ്ങനെയെങ്കിൽ ഇതാ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, ഈ ആന്തരിക മുറിവുകളുടെ അടയാളങ്ങളിൽ ചില അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടായത്? അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുകയാണ്. ആന്തരിക മുറിവുകളുടെ കാരണങ്ങൾ, കോസസ് ഫോർ ഇന്നർ വൂൺസ്. എങ്ങനെയാണ് ഈ ഇന്നർ വൂൺസ് ഉണ്ടായത്? അതിൻ്റെ കോസസിലേക്ക് പോകുന്നു. 4 പ്രധാനപ്പെട്ട കോസസാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം മുറിയപ്പെടുവാനിടയായി? എന്തുകൊണ്ട് നിങ്ങളിൽ ചിലർ ഇപ്പോഴും ചില വേദനകൾ ഹൃദയത്തിൽ അനുഭവിക്കുന്നു? വ്യത്യസ്തമാകുന്ന കാരണങ്ങൾ കണ്ടെന്നിരിക്കാം. എന്നാൽ അതിൽ എവിടെയെങ്കിലും സ്പർശിക്കുവാൻ സാധ്യതയുള്ള ജനറലായിട്ടുള്ള 4 കാരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഒന്നാമതായിട്ട്, ലഭിക്കാതെ പോയ സ്നേഹം. ലവ് നോട്ട് റിസീവ്ഡ്, ലവ് ഡെഫിസിറ്റ്. എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ മുറിവുകളുണ്ടായി? നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്നേഹം, ഗുണപ്രദമാകുന്ന സ്നേഹം ലഭിക്കേണ്ട സമയത്ത് അതേ അളവിൽ നിങ്ങൾക്ക് ലഭിക്കാതെ പോയി. ആ ലഭിക്കാതെ പോയ സ്നേഹം മുഖാന്തരമായി നിങ്ങളിൽ പലരും ഇന്നും നിങ്ങളുടെ മനസ്സിൽ മുറിവുകൾ അനുഭവിക്കുന്നു. അല്ലെങ്കിൽ മുറിയപ്പെടത്തക്കവണ്ണമുള്ള ഒരു മനസ്സായി നിങ്ങളുടെ മനസ്സ് തീരുവാനിടയായി. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത്. നമുക്കാർക്കും സ്നേഹിക്കുവാൻ കഴിയത്തില്ല. അവിടുന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞ ആ സ്നേഹത്തെ മാത്രം നമുക്ക് പുറപ്പെടുവിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ ഒരു നേച്ചർ നമുക്ക്, ദൈവത്തിൻ്റെ നേച്ചർ 1 യോഹന്നാൻ്റെ ലേഖനം 4:8 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം സ്നേഹം തന്നെ. അത് കർത്താവിൻ്റെ നേച്ചറാണ്. കർത്താവിനെ മറ്റൊരു പേരിൽ വിളിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്നേഹമെന്ന് വിളിക്കുവാൻ കഴിയും. ദൈവം സ്നേഹം തന്നെ. സ്നേഹപൂരിതനാകുന്ന ദൈവമാകുന്നു. തല മുതൽ പാദം വരെ അവിടുത്തെ വ്യക്തിത്വം മുഴുവൻ സ്നേഹമാകുന്നു. സ്നേഹപൂരിതനാകുന്ന ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, അവനിലും ദൈവസ്നേഹത്തിൻ്റെ സ്വാധീനമുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ അംശമുണ്ട്. ആ ദൈവസ്നേഹത്തിൻ്റെ അംശമുള്ള മനുഷ്യൻ അവൻ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സ്നേഹം ആവശ്യമാണ്. ഇതാണ് മനുഷ്യക്കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മനുഷ്യക്കുഞ്ഞുങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വായുവും വെള്ളവും ഭക്ഷണവും മാത്രം പോരാ, അവർക്ക് അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹം ആവശ്യമാണ്. സ്നേഹം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവയ്ക്ക് വളരുവാൻ കഴിയുകയുള്ളൂ. പ്രപഞ്ചത്തിൽ മൃഗങ്ങളെ നോക്കിയാലും ഒക്കെ ഇതിൻ്റെ ഒരു ചെറിയ അംശം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈവൻ സസ്യങ്ങളിൽ പോലും ഇതുണ്ട് എന്നാണ് ആധുനിക കണ്ടുപിടുത്തങ്ങൾ. പ്രത്യേകമായൊരു തലോടൽ കിട്ടുന്ന സസ്യം, ഒരു വൃക്ഷം, അതിൻ്റെ വളർച്ചയുടെ വേഗതയും അത് പുറപ്പെടുവിക്കുന്ന ഫലങ്ങളും, ആ സ്നേഹപരിലാളനം ഈ പ്രപഞ്ചത്തിൽ അന്യോന്യം ലഭ്യമാകുന്നത് ഗുണപ്രദമാകുന്ന ജീവിതത്തിന് ഒരാധാരമായ കാര്യമാണ്. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യക്കുഞ്ഞിന് ആരോഗ്യത്തോടുകൂടെ വളരുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവൻ തന്നെ, നമ്മുടെ പ്രാണന്റെ മണ്ഡലം തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ സംയോജിച്ച യോജിപ്പാണ് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവൻ മാതാവ് പിതാവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ തന്നെ അതുകൊണ്ട് എല്ലാവരിലും സ്നേഹത്തിൻ്റെ പുരുഷ സ്ത്രൈണഭാവങ്ങളുണ്ട്. സ്ത്രീകളിലും സ്നേഹത്തിൻ്റെ പുരുഷഭാവങ്ങളുണ്ട്, പുരുഷന്മാരിലും സ്നേഹത്തിൻ്റെ സ്ത്രൈണഭാവങ്ങളുണ്ട്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വന്നിരിക്കുന്നതിനാൽ പുരുഷനിലും സ്ത്രൈണഭാവങ്ങൾ, ചില സ്ത്രൈണ സ്വഭാവങ്ങൾ, സ്നേഹത്തിൻ്റെ ചില സ്ത്രൈണ സ്വഭാവങ്ങൾ പുരുഷനിലുമുണ്ട്. സ്ത്രീയിലും ചില പുരുഷഭാവങ്ങൾ കാണുവാൻ കഴിയുന്നു. സ്നേഹം, മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹത്തിൻ്റെ പരിണത ഫലമാണ് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്ന നിമിഷം മുതൽ തന്നെ കുഞ്ഞിന് സ്നേഹം ആവശ്യമാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ
കുഞ്ഞിന് അമ്മയുടെ സ്നേഹം ആവശ്യമാണ്, അച്ഛൻ്റെ സ്നേഹം ആവശ്യമാണ്, സ്പർശനം ആവശ്യമാണ്, ചുംബനം ആവശ്യമാണ്, അമ്മയുടെ ചൂട് ആവശ്യമാണ്. വളർന്നു വരുന്നു, വീട്ടിലുള്ള മറ്റ് സഹോദരി സഹോദരന്മാരുടെ സ്നേഹം ആവശ്യമാണ്. സാമൂഹിക ജീവിയാകുന്നതിനാൽ സമൂഹത്തിൽ വരുമ്പോൾ കൂട്ടുകാരുടെ സ്നേഹം ആവശ്യമാണ്. വിവാഹം കഴിയുമ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം ആവശ്യമാണ്, ഭാര്യയുടെ സ്നേഹം ആവശ്യമാണ്. കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്നേഹം ആവശ്യമാണ്. വല്യപ്പനാകുമ്പോൾ കൊച്ചുമക്കളുടെ സ്നേഹം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ അമ്മയുടെ ഉദരം മുതൽ മരണക്കുഴി വരെയും മനുഷ്യന് സ്നേഹം കൂടാതെ ജീവിക്കുവാൻ കഴിയില്ല. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ളൊരു ജീവിതം മനുഷ്യന് നയിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മിൽ പലർക്കും ഗുണപ്രദമാകുന്ന സ്നേഹം ലഭിക്കാതെ പോയി, ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാതെ പോയി, അത് തന്നെ അളവ് കുറച്ച് ലഭിച്ചു. ഇതൊക്കെ കാരണമായി നമ്മുടെ മനസ്സിന് കേട് സംഭവിക്കുവാനിടയായി. സ്നേഹത്തിൻ്റെ ലഭ്യതയില്ലാത്ത മനസ്സായി നമ്മുടെ മനസ്സ് തീർന്നു. അത് മുഖാന്തരമാണ് പലരും ഇന്ന് വേദന അനുഭവിക്കുന്നത്. ഇതിൽ തന്നെ എല്ലാ മേഖലയിലും നിന്നും ലഭ്യമാകേണ്ട സ്നേഹത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ എനിക്ക് കഴിയില്ല. മാതാപിതാക്കളിൽ നിന്ന് ലഭ്യമാകുന്ന സ്നേഹം അങ്ങനെ ലഭിക്കാതെ വരുന്നവരുടെ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, മാതാപിതാക്കളുടെ ആബ്സെൻസിൽ വളരുന്ന കുഞ്ഞുങ്ങൾ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞ് ജനിച്ച് ആരംഭ നാളുകളിൽ മാതാപിതാക്കളുടെ പരിലാളനം കുഞ്ഞിന് ആവശ്യമാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക സംവിധാനത്തിൽ കുട്ടികൾ അപ്പൻ ഗൾഫിലായിരിക്കുന്നു, അമ്മ നാട്ടിലായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഉദരം മുതൽ 7 വയസ്സ് വരെ, ആ ഫോർമേറ്റീവ് ഇയേഴ്സാണ് പ്രധാനമായും ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അത് അത്രത്തോളം ഒരു കാര്യമായ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഉദരം മുതൽ 7 വയസ്സ് വരെയുള്ള ആ പീരീഡിൽ അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യം ഒരു പരിധിവരെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ അപ്പൻ്റെയും അമ്മയുടെയും അസാന്നിധ്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് സ്നേഹം ലഭിക്കാതെ പോകുന്നു. ഹോസ്റ്റലിൽ വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്. LKGയിൽ തന്നെ ഹോസ്റ്റലിൽ വിടും. ഈ നഴ്സറിയിലോ LKGയിലോ ഒന്നും കുട്ടികളെ ഹോസ്റ്റലിൽ വിടുന്നത് ആരോഗ്യപരമാകുന്ന കാര്യമല്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ചിലരെ അറിയാം. ഞാൻ ചില നാളുകൾക്ക് മുന്നേ ഒരാളുമായി ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കൂടെ ദീർഘശ്വാസം എടുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുവാനിടയായി. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, അമേരിക്കയിലാണ്. എങ്കിലും എന്തുകൊണ്ടാണ് അദ്ദേഹം കൂടെ ദീർഘശ്വാസം എടുക്കുന്നത്? അപ്പോൾ മനസ്സിന് എവിടെയോ കേട് സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഇത്ര ഉന്നത ഉദ്യോഗസ്ഥനാകുന്ന വ്യക്തി, അമേരിക്കയിലായിരിക്കുന്ന വ്യക്തി, വർഷങ്ങളായി അമേരിക്കയിലായിരിക്കുന്ന വ്യക്തി. അങ്ങനെ ഞങ്ങൾ ആശയവിനിമയം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു ചെറിയ മൈൽഡ് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ റൂട്ട്സ് പറഞ്ഞു. എന്നെ 5-ാം വയസ്സിൽ തന്നെ ഹോസ്റ്റലിലാക്കിയതാണ്. അന്നു മുതൽ ഞാൻ അനുഭവിക്കുന്ന തിരസ്കരണമാണ്, സ്നേഹത്തിൻ്റെ ശൂന്യതയാണ്. ഞാൻ 5-ാം വയസ്സിൽ ഒരു ചെറിയ സ്കൂളിൽ എന്നെ വല്യപ്പച്ചനാണ് കൊണ്ടുവിടുന്നത്. വല്യപ്പച്ചൻ കൊണ്ടുവിടുന്ന സന്ദർഭത്തിൽ വല്യപ്പച്ചനോട് കൂടെ വളരെ സന്തോഷത്തിൽ വല്യപ്പച്ചൻ പറഞ്ഞു, ഇനി മുതൽ നീ ഹോസ്റ്റലിലാണ് ജീവിക്കേണ്ടത്. ഞാൻ വിചാരിച്ചു വല്ല മുട്ടായുടെ പേരായിരിക്കും എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പോയി. അപ്പോൾ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ ഇവിടെ നിന്നോ, ഞാൻ പോവുകയാണ്. അവന് മനസ്സിലായില്ല, ഞാൻ ഇവിടെ നിൽക്കുക, അപ്പച്ചൻ പോവുക. അതെങ്ങനെയാ? അത് സാധ്യമല്ല. അപ്പച്ചൻ പോകാൻ ഇറങ്ങിയപ്പോൾ അവനും കൂടെ ഇറങ്ങുകയാണ്. എന്നാൽ അപ്പച്ചൻ പറഞ്ഞു, അല്ലല്ല, ഇനി ഇവിടെ നീ താമസിക്കേണ്ടത്. അത് അവന് മനസ്സിലാകുന്നില്ല. 5-ാം വയസ്സിൽ അവൻ അങ്ങനെ അത് മനസ്സിലാകും. ഇതുവരെയും അപ്പൻ്റെയും അമ്മയുടെയും വല്യപ്പൻ്റെ കൂടെയും താമസിച്ച, വല്യമ്മയുടെ കൂടെയും താമസിച്ച, കുടുംബ വീട്ടിൽ താമസിച്ച കൊച്ചനോട് പറയുക ഈ ഹോസ്റ്റലിൽ താമസിക്കണമെന്ന് പറയുമ്പോൾ അവനതങ്ങനെ മനസ്സിലാകും. അവനത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ വല്യപ്പച്ചന് കള്ളം പറയേണ്ടതായിട്ട് വന്നു. വല്യപ്പച്ചൻ പറഞ്ഞു, നിനക്ക് ഈ ബാറ്ററി ഇട്ടോടുന്ന ബസ് ഇഷ്ടമല്ലേ മോനെ, വിടിരുന്നേ. അപ്പച്ചനൊരു കാര്യം ചെയ്യാൻ, ചന്തയിൽ പോയിട്ട് ബാറ്ററി ഇട്ട് ഓടുന്ന ഒരു ബസ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അപ്പച്ചൻ ഇറങ്ങിപ്പോകുവാനിടയായി. അപ്പച്ചൻ പോയി. ഇപ്പോൾ മോൻ ഇവിടെ കൊച്ചുമോൻ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പച്ചൻ ഇപ്പോൾ വരും, ബാറ്ററി ഇട്ട ബസ്സുമായിട്ട് മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു, അപ്പച്ചൻ വരുന്നില്ല. കൊച്ചു കരയാൻ തുടങ്ങി. വാർഡൻ വന്നു, പാല് കൊടുക്കാൻ നോക്കി. അപരിചിതനാകുന്ന മനുഷ്യൻ പാല് കൊടുക്കുന്നുണ്ട്. അവനതങ്ങനെ സ്വീകരിക്കുവാൻ കഴിയും? അവൻ കരഞ്ഞ് അന്ന് രാത്രിയിൽ എങ്ങനോ കിടന്നുറങ്ങി. അന്ന് തുടങ്ങിയ മുറിവുകൾ അമേരിക്കയിൽ ചെന്നിട്ട് ഉണങ്ങിയിട്ടില്ല. അതിന് വല്യപ്പച്ചനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ വല്യപ്പച്ചന് കഫമുള്ളൊരു ചുമയുണ്ടായിരുന്നു. അങ്ങനൊരു ചുമയുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഇവിടെ ഈ ഹോസ്റ്റലിലായി. പിന്നെ അപ്പച്ചൻ 3-4 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും പുറത്തെങ്ങാണ് ഒരു ചുമ കേട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ ഉള്ളം അങ്ങ് തുടിക്കും. അപ്പച്ചൻ ബസ്സുമായിട്ട് വന്നതാ, എന്നെ കൊണ്ടുപോകാൻ വന്നതാ. 2-3 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവൻ്റെ പ്രതീക്ഷയാണ്. ആ ചുമ കേൾക്കുമ്പോൾ ഇവൻ ഓടി വന്ന് നോക്കും, അപ്പച്ചൻ വന്നതാ, ബസ്സുമായിട്ട് വന്നതാ, എന്നെ കൊണ്ടുപോകുവാൻ വേണ്ടി വന്നതാ.
അപ്പച്ചൻ വന്നില്ല. അപ്പച്ചൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത്. ആ മകൻ അമേരിക്കയിൽ ചെന്നിട്ടും അമേരിക്കയ്ക്കൊന്നും നമ്മളെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. നമ്മളെ സൗഖ്യമാക്കുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, പണം കൂടിയത് കൊണ്ടോ, നിങ്ങൾക്ക് പുതിയ ഒരു രാജ്യത്തിലേക്കുള്ള ഒരു വീസ കിട്ടിയത് കൊണ്ടോ, ഒരു പുതിയ ജോലി വേറൊരു രാജ്യത്ത് കിട്ടിയത് കൊണ്ടോ ഒന്നും ഇത് സൗഖ്യമാകത്തില്ല. അതൊക്കെ നല്ലതാണ്, നിങ്ങൾ അവിടെ എല്ലാം പോകണം, അനുഗ്രഹിക്കപ്പെടണം. ഇത് സൗഖ്യമാകണം എന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ നിന്നെ തൊടേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നിന്റെ ആന്തരിക മുറിവുകൾ സൗഖ്യമാകുകയുള്ളൂ. ആ മുറിവുകൾ നീണ്ടു നിൽക്കുകയാണ്, തിരിച്ചറിയുന്നില്ല. ഇത് മുറിവാണെന്ന് പോലും നമ്മൾ അറിയില്ലല്ലോ, നമ്മൾ മറന്നു പോകുമല്ലോ. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞു തരുവാൻ ആർക്കും അറിയത്തില്ല. നമ്മുടെ അപ്പച്ചന് ആന്തരിക സൗഖ്യം അറിയാമായിരുന്നു, നമ്മുടെ പപ്പായ്ക്ക് ആന്തരിക സൗഖ്യം അറിയാമായിരുന്നു, അവർക്കിതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇനി അപ്പച്ചനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പപ്പായെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരോട് ക്ഷമിച്ചിട്ട് നിങ്ങൾ തന്നെ യേശുവിനോട് പറയുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ ഈ തിയറി എത്രയൊക്കെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതൊന്നും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ 100% നടപ്പിലാക്കി കേടില്ലാത്ത 2 പിള്ളേരെ ഒന്നും വളർത്തിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ആമേൻ. ഇത് അവരവർ തന്നെ കർത്താവുമായി ബന്ധപ്പെട്ട് കർത്താവിൽ നിന്ന് ആ സൗഖ്യം പ്രാപിച്ചെടുക്കണം. എനിക്ക് ആരംഭ നാളുകളിൽ എനിക്ക് ഈ ആന്തരിക സൗഖ്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കുഴപ്പമില്ലാതെ റെബെക്കയും ടബീതയും ആന്തരിക മുറിവുകളില്ലാതെ വളർത്തിയെടുക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. പിന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പൻ്റെയും അമ്മയുടെയും സ്ഥാനം കുട്ടികളുടെ ജീവിതത്തിൽ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അല്പം മാത്രമേ ഉള്ളൂ. ഇവർ സാമൂഹിക ജീവികളാകും, സ്കൂളിൽ പോകുന്നു, അധ്യാപകരെ കാണുന്നു, കൂട്ടുകാരെ കാണുന്നു. പിന്നെ അപ്പനും അമ്മയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ അത്രയധികം എല്ലാവരുടെയും അനുഭവമാണ് പറയുന്നത്. അവർക്കൊരു ചെറിയ ഭാഗം, വീടെന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗമായി മാറുകയാണ്. മനുഷ്യൻ സാമൂഹിക ജീവിയാകുന്നതിനാൽ അവന് സമൂഹത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെല്ലാം ആന്തരിക സൗഖ്യം പ്രാപിച്ചവരുടെ ബന്ധങ്ങളാകുകയില്ല. എവിടെ വേണമെങ്കിലും മുറിവുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മെ എവിടേക്ക് തിരിച്ചുവിടും? യേശുവിലേക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്കിതൊക്കെ 10 മുറിവ് വന്നത് ഗുണമായി തീർന്നു. എന്ത്? യേശുവിനെ അറിയേണ്ടതുപോലെ നമ്മൾ അറിയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കണം നമ്മുടെ സമീപനം. നമുക്ക് ഈ ജീവിതത്തിൻ്റെ ഇടയിൽ 10 ബുദ്ധിമുട്ടുകളും മുറിവുകളും വന്നിട്ടുണ്ടെങ്കിൽ സാരമില്ല, അതിനപ്പുറത്തായിട്ട് കർത്താവിനെ അറിയുവാൻ അതൊരു മുഖാന്തരമായി തീർന്നില്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മെ മുറിച്ചവരോട് നമുക്ക് ബഹുമാനമാണ് ഉണ്ടാകേണ്ടത്, അവരോട് കൂടുതൽ സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ അസാന്നിധ്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ. ഇന്നത്തെ സംവിധാനത്തിൽ നമ്മുടെ നല്ല പങ്കാളികൾ വിദേശ രാജ്യങ്ങളിലാകുന്നുവല്ലോ. അതിൻ്റെ ഒരുപാട് തിക്താനുഭവം നമ്മുടെ സമൂഹം അനുഭവിക്കുന്നുണ്ട്. ഞാൻ അഹമ്മദ് നഗറിലായിരുന്ന സന്ദർഭത്തിൽ ഒരു മോനെ, ഞാൻ അവിടെ പാസ്റ്ററുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു മോൻ അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ നീ ഇവിടെ നിൽക്കുന്നത്? പറഞ്ഞ അവധിയാണ്, എനിക്ക് നാട്ടിലാരുമില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. ഇവിടെ തന്നെ ഹോസ്റ്റലിലാണ് ഞാൻ പഠിക്കുന്നത്, 7ാം ക്ലാസ്സിലാണ്, ഹോസ്റ്റലിൽ പഠിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുവാനിടയെ. അപ്പോൾ അവൻ്റെ ഹിസ്റ്ററി എനിക്കറിയാൻ തോന്നി. ഞാൻ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കി അവൻ്റെ അപ്പനും അമ്മയും സൗദി അറേബ്യയിലാണ്. അമ്മ പ്രസവിക്കാൻ വേണ്ടി മാത്രം കേരളത്തിൽ വന്നു. പ്രസവിച്ചതിന് ശേഷം കൊച്ചിനെ വല്യമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ കയറിപ്പോയി. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഈ കൊല്ലത്ത് എൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ കുട്ടി അമ്മ പ്രസവിച്ചിട്ട് പോയി. അപ്പോൾ കുഞ്ഞ് പിന്നെ വല്യപ്പൻ്റെയും വല്യമ്മയുടെ കൂടെയാണ് വളരുന്നത്. അപ്പോൾ പിന്നെ അമ്മ അവധിക്ക് വരുന്ന 5 വർഷത്തിന് ശേഷമാണ്. കൊച്ചിന് 5 വയസ്സായി. അപ്പോൾ അമ്മ കറുത്ത ചുരിദാറൊക്കെ ഇട്ട് വരുന്ന സന്ദർഭത്തിൽ കൊച്ചു നോക്കുമ്പം ഒരു ഭൂതത്തെ കാണുന്നത് പോലെയാണ്. അമ്മയെ കാണുമ്പോൾ പേടിയാ. അയ്യോ, കാരണം അവിടെ അമ്മ ആരാ? കൊച്ചിൻ്റെ അമ്മ ആരാ? വല്യമ്മ. വല്യമ്മയ്ക്ക് ഒരിക്കലും അമ്മയുടെ സ്നേഹം കൊടുക്കാൻ കഴിയത്തില്ല. എപ്പോഴും ഈ സ്നേഹലഭ്യത എന്ന് പറയുന്നതിന് അതോറിറ്റി ഫിഗേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു അതോറിറ്റി ഫിഗറാണ്. എൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൽ എൻ്റെ അധികാരസ്ഥാനം എന്താണെന്നറിയാമോ? ഭർത്താവ്. എൻ്റെ മക്കളുമായുള്ള ബന്ധത്തിൽ എൻ്റെ അധികാരസ്ഥാനം എന്താണ്? പിതാവ്. എൻ്റെ അധികാരസ്ഥാനത്തു നിന്നുള്ള സ്നേഹം മാത്രമേ എനിക്ക് അവർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് ഭാര്യയുടെ പിതാവിൻ്റെ സ്നേഹം എനിക്ക് കൊടുക്കാൻ കഴിയത്തില്ല. എനിക്ക് ഭാര്യയ്ക്ക് കൊടുക്കുവാൻ കഴിയുന്നത് ഭർത്താവിൻ്റെ സ്നേഹം മാത്രമാണ്. അതേപോലെ വല്യപ്പന് അപ്പൻ്റെ സ്നേഹം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല. വല്യപ്പന് ഏത് സ്നേഹം മാത്രമേ കൊടുക്കാൻ കഴിയത്തുള്ളൂ? വല്യപ്പൻ്റെ സ്നേഹം. അദ്ദേഹത്തിൻ്റെ അധികാരസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹം വല്യപ്പച്ചനാകുന്നു. വല്യമ്മച്ചിക്ക് അമ്മയുടെ സ്നേഹം കൊടുക്കാൻ കഴിയത്തില്ല. വല്യമ്മച്ചിക്ക് വല്യമ്മച്ചിയുടെ സ്നേഹം മാത്രമേ കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. അധികാരസ്ഥാനത്ത് അവർ വല്യമ്മച്ചിയാണ്. വല്യമ്മച്ചിയുടെ കയ്യിലാണ് നിങ്ങൾ വളർന്നതെങ്കിൽ നിങ്ങൾക്ക് അമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടില്ല. അതിന് അമ്മയെയും കുറ്റം പറയേണ്ട, വല്യമ്മച്ചിയെയും കുറ്റം പറയേണ്ട. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വല്യമ്മച്ചിയെങ്കിലും കിട്ടിയല്ലോ, അതിന് കർത്താവിന് നന്ദി പറയണം. ഇപ്പോൾ ആ ശൂന്യതയെ പരിഹരിക്കുവാൻ യേശുവിൻ്റെ സന്നിധിയിൽ വരികയാണ് എങ്കിൽ യേശു അത് പരിഹരിക്കാൻ വിശ്വസ്തനാണ്.
പ്രൈസ് ദി ലോർഡ്. ഞാൻ അഹമ്മദ് നഗറിലെ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പപ്പായും അമ്മയെ പ്രസവിച്ചതിന് ശേഷം പോയി വല്യമ്മച്ചിയാണ് വളർത്തിയത്. പിന്നെ ഞാൻ നഴ്സറി മുതൽ ഹോസ്റ്റലിലായിരുന്നു. ഇപ്പോൾ 5 ഹോസ്റ്റൽ മാറിയിരിക്കുകയാണ്. ഞാൻ ശരിയല്ലെന്നാണ് എൻ്റെ അപ്പനും അമ്മയും എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അവരിങ്ങനെ ഹോസ്റ്റൽ മാറ്റിയാണ് ഞാനിപ്പോൾ അഹമ്മദ് നഗറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവനെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ അപ്പനും അമ്മയും ഫോൺ ചെയ്യുമ്പോൾ തന്നെ, എടാ നശിച്ചവനെ, ഞങ്ങളെല്ലാം പണം അയച്ചു തരികയാണ്, നീ അതെല്ലാം മുടിക്കുകയാണ്. ഇതാണ് അവരുടെ പ്രതികരണം. ഇത് ഈ കുഞ്ഞിനെ വളർത്തുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അപ്പനും അമ്മയും അവരുടെ സാന്നിധ്യമുണ്ടോ? ഇല്ല. അവര് വരുന്നത് മെയ് മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ അവധിക്കാണ്. അത് അപ്പനും അമ്മയ്ക്കും ഒന്നിച്ചു വരാനൊക്കത്തില്ല. രണ്ടുപേർക്കും അങ്ങനെ വലിയ ജോലിയൊന്നുമല്ല, ചെറിയ ജോലിയാണ്. രണ്ടുപേർക്കും ഒന്നിച്ചു വരാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവനെ ഞാൻ കണ്ടുമുട്ടുന്ന നിമിഷം വരെയും അപ്പനെയും അമ്മയെയും അവൻ ഒന്നിച്ചു കണ്ടിട്ടില്ല. ഈ വർഷം അമ്മ വന്നാൽ അടുത്ത വർഷം അപ്പൻ വരും. അതും വന്നു കഴിഞ്ഞാൽ 30 ദിവസവും 20 ദിവസവും എല്ലാം ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഇവനും അമ്മയും തമ്മിൽ വഴക്കല്ലേ, അപ്പനും തമ്മിൽ വഴക്ക്. കാരണം അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കാശുകൊണ്ട് മോൻ വളരുമെന്നാണ്. പ്രിയമുള്ളവരെ, കാശുകൊണ്ട് ഒരു തലമുറയും വളരുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് കുട്ടികൾ ആരോഗ്യമുള്ളവരായിട്ട് വളർന്നു വരുവാൻ, മനസ്സിൽ ആരോഗ്യമുള്ളവരായിട്ട് വളർന്നു വരുവാൻ ഇടവരുന്നത്. ഞാൻ ആ കുട്ടിയെ വിട്ടുപോകുന്ന സന്ദർഭത്തിൽ അവൻ എന്നെ നോക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പിതാവിനെ അന്വേഷിക്കുന്നുണ്ട്. പിതാവിൻ്റെ സ്നേഹം ലഭിക്കാത്തവർ, അവർ അറിയാതെ ഒരു ഫാദർ ഫിഗറിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഫാദർ ഫിഗറിൽ നിന്ന് സ്നേഹം തേടും. അമ്മയുടെ സ്നേഹം ലഭിക്കാതെ വളർന്നു വരുന്നവർ ഒരു മദർ ഫിഗറിനെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം അവരിൽ നിന്ന് കിട്ടുമോ? അവൻ എന്നെ നോക്കുമ്പോൾ അവൻ ആ പിതാവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു ഇച്ഛ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നെനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ അവനെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചപ്പോൾ അവനെ വരിഞ്ഞു മുറുക്കി കെട്ടി എൻ്റെ തോളിൽ നിന്ന് അവൻ കരയുവാനിടയായി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമുക്കൊക്കെ കരയാനൊരു തോളുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഹൃദയങ്ങളെ തൊടുന്നതിനായി സ്തോത്രം. ആന്തരിക മുറിവുകളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. തിരസ്കരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം. അവരായിരിക്കുന്ന മുറിയിൽ അങ്ങ് ഇറങ്ങി വരുന്നുവല്ലോ, അങ്ങ് അവരെ തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ മനസ്സുകളെ മാത്രമല്ല, അവരുടെ ശരീരങ്ങളെയും അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവന് സകലവും സാധ്യമെന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷത്തിൽ തന്നെ ആണിപ്പെടുത്തുള്ള യേശുവിന്റെ കരം പ്രിയപ്പെട്ടവരുടെ മേൽ വരുന്നതിനായി സ്തോത്രം. രോഗികളുടെ മേൽ വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊടുന്നുവല്ലോ. നിങ്ങളായിരിക്കുന്ന മുറികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. കർത്താവിന്റെ കരസ്പർശനത്താൽ ആ സൗഖ്യം നിങ്ങൾ അനുഭവിക്കുക. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അങ്ങ് അവരെ തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നതിനാൽ, അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവിന്റെ അത്ഭുത കരസ്പർശനത്തിന് നന്ദി പറയുക. അവിടുന്ന് നിങ്ങളോട് കൂടെയിരിക്കും. വരുന്ന ദിവസങ്ങൾ അത്ഭുതകരമായിരിക്കും. ഗാഡ് ബ്ലെസ് യു.